നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വായിലെ ക്യാൻസർ ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. എങ്ങനെ ഈ രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും എല്ലാം മറുപടി പറയുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ ജിജി തോമസ് ആണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. RCCയിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും വകുപ്പ് മേധാവിയും കൂടിയാണ് ഡോക്ടർ. വായിലെ ക്യാൻസർ പോലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ഈ ദുശീലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു ക്യാൻസർ വായിലെ ക്യാൻസർ ആണെന്ന് കേൾക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ് ഡോക്ടർ? നമ്മുടെ നാട്ടിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ശ്വാസകോശ അർബുദമാണ്. രണ്ടാമത് കോമൺ ആയിട്ട് കാണുന്നത് വായിലെ ക്യാൻസറാണ്. ഇവ രണ്ടും പുകയിലയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശ്വാസകോശ അർബുദം നമുക്ക് പുകവലി നിർത്തുന്ന വഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും തടയാവുന്നതാണ്. RCCയിലെ പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രിയുടെ ഡേറ്റ അനുസരിച്ച് നമുക്ക് പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരത്തിൻ്റെ ഡേറ്റ അവൈലബിൾ ആണ്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായി പുരുഷന്മാരിൽ കാണുന്നത് ശ്വാസകോശ അർബുദവും രണ്ടാമത് കോമൺ ആയിട്ട് കാണുന്നത് വായിലെ ക്യാൻസറുമാണ്. അഞ്ചാമത്തെ സ്ഥാനം കരളിലെ ക്യാൻസറാണ്. അപ്പം ഈ കരളിലെ ക്യാൻസറിൻ്റെ കാരണവും നമുക്ക് അറിയാം. മദ്യപാനം, അതുപോലെ അണുബാധ എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് B വൈറസിൻ്റെ ഇൻഫെക്ഷനും കൊണ്ടാണ് കരളിലെ ക്യാൻസർ വരുന്നത്. അപ്പം നമുക്ക് പുരുഷന്മാരിലെ ക്യാൻസർ ഈ പുകയിലയുടെ ഉപയോഗം തടയുന്ന വഴിയും അതുപോലെ മദ്യപാനത്തിൻ്റെ ഉപയോഗം തടയുന്ന വഴിയും പുരുഷന്മാരിലെ ലീഡിങ് ക്യാൻസർ നമുക്ക് തടയാവുന്നതാണ്, കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുകയില ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ അത് കൂടാതെ തന്നെ ഈ വായിലെ ക്യാൻസർ വരാനുള്ള മറ്റു പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പുകയിലയുടെ ഏത് ഫോമിൽ നമ്മൾ ഉപയോഗിച്ചാലും, നാലും കൂട്ടി മുറിക്കാലും, അതേപോലെ ബീഡിയും സിഗരറ്റും ഉപയോഗിച്ചാലും, പാൻ മസാലയുടെ ഉപയോഗം, ഇവയൊക്കെയാണ് പുകയിലയുടെ ഡിഫറെൻറ്റ് ഫോംസ്. അതേപോലെ മദ്യപാനവും വായിലെ ക്യാൻസറിൻ്റെ കാരണമാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ 16ഉം 18ഉം വായിലെ ക്യാൻസറിൻ്റെ കാരണങ്ങളാണ്. പിന്നെ പുവർ ഓറൽ ഹൈജീന്, മോണരോഗം, ഇതും കോസസ് ആണ് വായിലെ ക്യാൻസറിൻ്റെ. പിന്നെ ഏത് തരം ദുശീലം അനുസരിച്ച് ആ ക്യാൻസർ വരാനുള്ള ചാൻസ് മാറും എന്ന് വെച്ചാൽ, നാലും കൂട്ടി മുറുക്കുന്നവർക്ക് മുറുക്കാൻ ഒതുക്കി വെക്കുന്ന ഭാഗത്ത് കവിളിലാണ് ക്യാൻസർ കാണുന്നത്. അതേപോലെ ബീഡിയും സിഗരറ്റും ഉപയോഗിക്കുന്നവർക്ക് കടവായില്ല, മേൽചുണ്ടും കീഴ്ചുണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് ക്യാൻസർ വരുന്നത്. മദ്യപാനികൾക്കും പുകവലിക്കാർക്കും ഒക്കെ നാക്കിൻ്റെ ഭാഗത്തും അതേപോലെ നാക്കിൻ്റെ സൈഡുകളിലൊക്കെയാണ് ക്യാൻസർ വരുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഈ പുകയില ഉപയോഗിക്കുന്നത് മൂലവും മദ്യപാനവും മൂലവും വായിലെ ക്യാൻസർ വരുന്നതിനെ പറ്റി സംസാരിച്ചു. ഡോക്ടർ, പലപ്പോഴും ഈ ദുശീലമുള്ളവർക്ക് മാത്രമാണോ ഇത്തരത്തിൽ വായിലെ ക്യാൻസർ വരുന്നത്? അപ്പോൾ മറ്റു ഇത്തരം ദുശീലങ്ങളില്ലാത്തവർ ഇതിനെപ്പറ്റി ബോധവാന്മാരാവേണ്ട സാഹചര്യമില്ലേ? RCCയിൽ ഒന്ന് നോക്കിയാൽ റഫ്ലി ഒരു 3% ആൾക്കാർക്ക് ഒരിക്കലും അവർ ദുശീലം ഉപയോഗിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും അവർ മദ്യപിച്ചിട്ടില്ല, ഒരിക്കലും അവർ പുകവലിച്ചിട്ടില്ല, അവർ ഒരിക്കലും നാലും കൂട്ടി മുറുക്കിയിട്ടില്ല. പക്ഷേ എന്നാലും അവർക്ക് വായിലെ ക്യാൻസർ വരുന്നു. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ പൊട്ടിയ പല്ല്, പുഴുപ്പല്ല്, അതേപോലെ വരിതെറ്റിയ പല്ല്, ഡെഞ്ചേഴ്സ്, ഇതിൻ്റെയൊക്കെ ക്ഷതം കൊണ്ട് വായിലെ വ്രണങ്ങൾ വരാം. ആ വ്രണങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, ഡോക്ടറെ കാണിക്കാതെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് അത് ക്യാൻസറായിട്ട് മാറും. അപ്പം ഇങ്ങനത്തെ വ്രണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കൊണ്ട് കാണിക്കുക. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ അത് എന്താണെന്ന് കാരണം കണ്ടുപിടിക്കും. ചിലപ്പോൾ ആ ഡോക്ടർ പറയും ഒരു പല്ലൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഗ്രൈൻഡ് ചെയ്താൽ നമുക്ക് ആ വ്രണം ഉണങ്ങും. ചിലപ്പോൾ ആ പല്ലിന് മോശം പ്രോഗ്നോസിസ് ആണെങ്കിൽ ഡോക്ടർ ആ പല്ലങ്ങ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്ത വഴി നമ്മൾ ആ മുറിവ് ഉണങ്ങും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ പറയും, സ്ട്രെസ് ചെയ്ത് പറയും, ഇതൊക്കെ ചികിത്സ കഴിഞ്ഞിട്ട് ഈ 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ വരണം, ഈ മുറിവ് ഉണങ്ങിയോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ രോഗി അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. എന്തിനാന്ന് വെച്ചാൽ ഡോക്ടർ നോക്കും ആ വൂണ്ട് കംപ്ലീറ്റ്, ആ അൾസർ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കും. അത് ഹീൽ ചെയ്തിട്ടില്ല എങ്കിൽ ഡോക്ടർ ബയോപ്സി പരിശോധന ചെയ്യും. അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉടനെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് 2 വീക്സ് കഴിഞ്ഞിട്ട് ഡോക്ടർ ചെല്ലാൻ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയി കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഡോക്ടർ, അതുപോലെ തന്നെ ഒരു സംശയമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു തലവേദന വന്നാലൊക്കെ സീരിയസ് ആയി എടുക്കുന്ന പോലെ വായിലൊരു ചെറിയ വ്രണങ്ങളെല്ലാം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ തേടുന്നതിൽ വിമുഖത കാണിക്കുന്നവരാണ് പലരും. അപ്പോൾ ഇത്തരത്തിൽ വായിലെ ക്യാൻസർ വരുന്നതിന് മുന്നോടിയായി വായിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്ത് തരം മാറ്റങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വായിലെ ക്യാൻസർ വരുന്നതിന് 5, 10, 15 വർഷം മുമ്പിലായിട്ട് ക്യാൻസറിൻ്റെ മുന്നോടിയായ രോഗലക്ഷണങ്ങൾ വായിൽ കാണാറുണ്ട്. ഇത് ഒരു വെള്ളപ്പാടയായിട്ട് കാണാം. അതിനെ നമ്മൾ ലൂക്കോപ്ലേക്കിയ എന്നാണ് വിളിക്കുന്നത്. ലൂക്കോ എന്ന വാക്കിനർത്ഥം വെള്ള, പ്ലാക്കിയ എന്ന് വെച്ചാൽ പാച്ച്. അതേപോലെ ചിലപ്പോൾ വെള്ളയും ചുമപ്പും കലർന്ന പാടയായിട്ട് കാണാം. അതിനെ നമ്മൾ അൾസറേറ്റഡ് ലൂക്കോപ്ലേക്കിയ, നോഡുലർ ലൂക്കോപ്ലേക്കിയ, സ്പെക്കിൾ ലൂക്കോപ്ലേക്കിയ എന്നൊക്കെ വിളിക്കും. അത് നേരത്തെ കണ്ട മുഴുവൻ വെള്ളപ്പാടേക്കാളും കൂടുതൽ അപകടകാരിയാണ്. പിന്നെ ചിലപ്പോൾ ചിലർക്ക് റെഡ് പാച്ച് കാണും. അതിന് നമ്മൾ എർത്രോപ്ലേക്കിയ എന്നാണ് വിളിക്കുന്നത്. എർത്രോ എന്ന വാക്കിനർത്ഥം ചുമപ്പ്, പ്ലാക്കിയ എന്ന് വെച്ചാൽ പാച്ച്. അപ്പം ഇങ്ങനെ ചുമപ്പ് കളറിലെ പാച്ച് കാണും. അപ്പോൾ ഡോക്ടർ അത് ക്ലിനിക്കലി നോക്കിയിട്ട് ചില പേഷ്യൻസിനോട് അത് ബയോപ്സിയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയും. ഇതുകൂടാതെ നാലും കൂട്ടി മുറുക്കുന്നവർ, അതേപോലെ പാൻ മസാലയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേറെ ഒരു ക്യാൻസറിൻ്റെ മുന്നോടിയുണ്ട്, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന അസുഖം. അപ്പോൾ അതും ക്യാൻസറിൻ്റെ മുന്നോടിയാണ്. അപ്പോൾ ആ അസുഖം ബാധിക്കുന്നവർക്കാണെങ്കിൽ നാക്ക് മുഴുവൻ, നാക്കിൻ്റെ പരുവുരുപ്പെല്ലാം നഷ്ടപ്പെട്ട് അതൊരു സ്മൂത്ത് അയൺ ഡോട്ട് ക്ലോത്ത് പോലെ ഇരിക്കും. പിന്നെ വാ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എരിവുള്ള ആഹാരമൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. രോഗം മൂർച്ഛിക്കുമ്പോൾ നാക്ക് നീട്ടാനും ആഹാരം കഴിക്കാനും വാ ശരിക്ക് തുറക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ വാ മുഴുവൻ വിളറി വെളുത്ത് കാക്കക്കുഞ്ഞിൻ്റെ ചുണ്ടുപോലെ ഇരിക്കും. അപ്പോൾ ഈ ക്യാൻസറിന് മുന്നോടി നമ്മൾ ക്യാൻസർ ആവുന്നു എന്നതിൻ്റെ സൂചനകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നേരിയ വെള്ളപ്പാടയായിട്ടായിരിക്കും ആദ്യം കാണുന്നത്. ആ നേരിയ വെള്ളപ്പാട കട്ടി പിടിച്ചാൽ അത് ക്യാൻസർ ആവുന്നു എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ്. പിന്നെ നേരിയ പാടയ്ക്ക് അടുത്തായിട്ട് വളർച്ചയൊക്കെ കണ്ടാൽ അത് ക്യാൻസർ ആവുന്നു എന്നതിൻ്റെ വേറെ ഒരു സൈനാണ്. പിന്നെ വെള്ളപ്പാടയ്ക്കകത്ത് വിള്ളലോ വെടിച്ചിലുകളൊക്കെ വരുന്നതും അത് ക്യാൻസർ ആവുന്നു എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വായിലെ ക്യാൻസറിൻ്റെ മുന്നോടിയും ക്യാൻസർ ആവത്തേ ഇല്ല. വളരെ ചെറിയ റിസ്ക്കേ ഉള്ളൂ ഈ ക്യാൻസറിൻ്റെ മുന്നോടി ക്യാൻസർ ആവാനായിട്ട്. ഒരു 3% അത്രയും ഒക്കെ ആണ്. പക്ഷേ നമ്മളൊരു ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള രോഗിയെ കണ്ടാൽ അത് ആർക്കാണ് അത് ഭാവിയിൽ ക്യാൻസർ ആവുന്നത് എന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പേഷ്യൻറ്റിനോട് ഡോക്ടർ ഫോളോ അപ്പ് പറയുന്ന പോലെ രോഗി ഡോക്ടറെ കാണേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഞാൻ ഡോക്ടറോട് ചോദിക്കാമെന്നൊരു സംശയമായിരുന്നു, ഇത്തരത്തിൽ വായിൽ കാണുന്ന എല്ലാ വ്രണങ്ങളും ക്യാൻസറിലേക്ക് എത്തുമോ എന്നുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാകുമല്ലോ? ഇപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എത്തരത്തിലുള്ള ടെസ്റ്റുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്യാൻസർ ഉണ്ടോ വായിലെന്ന് മനസ്സിലാക്കാനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയായിരിക്കും ഡോക്ടർ? നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുശീലമുള്ളവർക്കാണല്ലോ ഞാൻ പറഞ്ഞത് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ളവർ എന്ന് വെച്ചാൽ നാലും കുട്ടി മുറുക്കുന്നവർ, പാൻ മസാല ഉപയോഗിക്കുന്നവർ, അതേപോലെ പുകവലിക്കുന്നവർ, അവർ എല്ലാം മൗത്ത് സെൽഫ് എക്സാമിനേഷൻ, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതേപോലെ തന്നെ എല്ലാ മാസവും മൗത്ത് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നല്ല വെളിച്ചത്തിൽ ബ്രൈറ്റ് സൺലൈറ്റിലൊക്കെ ഒരു കണ്ണാടിയുടെ മുന്നിൽ വായ എക്സാമിൻ ചെയ്യണം. കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ നാക്കൊന്ന് നീട്ടി നോക്കണം, കവിള് 2 സൈഡിലും ഇങ്ങനെ ഒന്ന് നോക്കണം, മേലെണ്ണാക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വെള്ളപ്പാടയോ വെള്ളയും ചുമപ്പും കലർന്ന പാടയോ എന്തെങ്കിലും ഒരു വളർച്ചയോ എന്തെങ്കിലും ഒരു വ്രണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അടുത്തുള്ള ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അപ്പോഴേ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് ഏർലി ഡിറ്റക്ഷനാണ് നമുക്ക് വായിലെ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പം മാർഗം. അത് വളരെ ആക്സസിബിളാണ്. ജസ്റ്റ് നമുക്ക് വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ബ്രൈറ്റ് ലൈറ്റിൽ നമ്മൾ വാ തുറന്ന് നോക്കിയാൽ ഈ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ കൊണ്ട് നമുക്ക് ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്ന് വെച്ചാൽ 5 years സർവൈവൽ ഫോർ ഏർലി ഡിസീസ് എന്ന് വെച്ചാൽ സ്റ്റേജ് 1 സ്റ്റേജ് 2 ക്യാൻസേഴ്സിന് 5 years സർവൈവൽ 80% ആണ്. പക്ഷേ 5 years സർവൈവൽ ഫോർ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്ന് വെച്ചാൽ ക്യാൻസർ വേറെ വല്ലയിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ രക്ഷപ്പെടുത്താനുള്ള ചാൻസ് 20% ആണ്. അപ്പോൾ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ ക്യാൻസർ കണ്ടുപിടിച്ചാൽ ഉചിതമായി ചികിത്സിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും രോഗിയെ സുഖമാക്കാൻ പറ്റും. അപ്പം അതുപോലെ ഈ ക്യാൻസറിൻ്റെ മുന്നോടികളൊക്കെ വിസിബിളാണ് വായിൽ. ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളപ്പാടയും വെള്ളയും ചുമപ്പും കലർന്ന പാടയും ചുമപ്പും പാടയായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ളവർ, ഹൈ റിസ്ക് യൂസേഴ്സ് എന്ന് വെച്ചാൽ ഈ
ദുശീലമുള്ളവർ ഇത് എല്ലാ മാസവും അവരെ കണ്ണാടിയുടെ മുന്നേ ഇങ്ങനെ നോക്കി ഡോക്ടറെ കാണിച്ചാൽ അത് വളരെ നല്ലതായിട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. തീർച്ചയായും ഡോക്ടർ വളരെ വ്യക്തമാണ്. ഡോക്ടർ അതുപോലെ തന്നെ തുടക്കത്തിൽ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി വായിൽ വരുന്ന പലതരം ക്യാൻസറുകളെ പറ്റി. ഇപ്പോൾ പുകയിലയും മദ്യപാനവും ഒക്കെയുള്ള ആളുകൾക്ക് വായിൽ വരാവുന്ന ക്യാൻസറുകളെ പറ്റിയെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ, അപ്പോൾ ഈ വായുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസറുകളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? വായുടെ ഏത് ഭാഗത്ത് വേണേലും ക്യാൻസർ വരാം, ഏത് ഭാഗത്ത് വേണേലും ക്യാൻസർ വരാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ദുശീലവുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ കൂടുതൽ അപകടകാരി എന്ന് പറയുന്നത്, കൂടുതൽ ഹൈ റിസ്ക് സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നാക്കിൻ്റെ അടിവശത്തും അതേപോലെ നാക്കിൻ്റെ പുറഭാഗത്തുമാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നാക്കിൻ്റെ അടിവശത്തെ ക്യാൻസേഴ്സ് ഈവൻ ചെറിയ ക്യാൻസർ ആണെങ്കിലും അത് പെട്ടെന്ന് കഴലിലോട്ട് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നാക്കിൻ്റെ പുറഭാഗത്തുള്ള ക്യാൻസേഴ്സും പെട്ടെന്ന് കഴലിലോട്ട് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതാണ് കൂടുതൽ ഹൈ റിസ്ക് സൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കടവായിൽ ഞാൻ പറഞ്ഞല്ലോ പുകവലിക്കുന്നവർക്ക്, ബീഡിയും സിഗരറ്റും വലിക്കുന്നവർക്കാണ് കടവായിലെ ക്യാൻസർ വരുന്നത്. നമ്മളൊരു ഗുഡ് ക്യാൻസർ എന്ന് പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് തിങ് അത് ഡോക്ടറിന് വളരെ ആക്സസിബിൾ ആണ്, ട്രീറ്റ്മെൻറ്റിന് സർജറിക്കൊക്കെ വളരെ ആക്സസിബിൾ ആണ്. പിന്നെ അത് പെട്ടെന്നൊന്നും കഴലിലോട്ടൊന്നും വ്യാപിക്കത്തില്ല. അതുകൊണ്ട് അത് ചികിത്സിച്ച് സുഖമാക്കാൻ താരതമ്യേന എളുപ്പമാണ്. ഡോക്ടർ, ഒരു സംശയമാണ്. ഈ സെൻസിറ്റീവ് പല്ലുകളുള്ള ആളുകളുണ്ടല്ലോ, പലപ്പോഴും ഈ പുളിയോടെല്ലാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല്ലുകളുള്ള ആളുകൾ, അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡോക്ടർ? സെൻസിറ്റീവ് ആയിട്ടുള്ള പല്ലുകൾ ഉള്ളവർ എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പെരിഡോണ്ടൈറ്റിസ് ഒക്കെ കൊണ്ട് വരാം. പക്ഷേ അത് വായിലെ ക്യാൻസറുമായിട്ട് ബന്ധമൊന്നുമില്ല. പൊട്ടിയ പല്ല്, പുഴുപ്പല്ല്, അങ്ങനെ ഷാർപ്പായിട്ടുള്ള ടൂത്ത് ഉണ്ടെങ്കിൽ അത് ട്രോമ കോസ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ കവിളിലൊക്കെ ട്രോമ കോസ് ചെയ്യുവാണെങ്കിൽ ഉടനെ അത് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളത് ഒന്നുകിൽ ആ പല്ല് പോട് ഫില്ല് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെലക്റ്റീവ് ഗ്രൈൻഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ സെൻസിറ്റീവ് ടീത്ത് ഉണ്ടെങ്കിൽ ഒരു പെരിഡോണ്ടിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെ കോസ് എന്താണെന്ന്, ചിലപ്പോൾ അത് ഒരു ഗ്ലാസ് എനമോ പോലത്തെ ഫില്ലിംഗ് ഒക്കെ ചെയ്താൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് ക്യാൻസറുമായിട്ട് ബന്ധമില്ല. ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഏതെല്ലാം ഘട്ടങ്ങൾ, ക്യാൻസറിന് പല സ്റ്റേജുകളുണ്ടല്ലോ, ഇതിൽ ഏത് ഘട്ടങ്ങളിൽ കണ്ടെത്തിയാലായിരിക്കും ഈ വായിലെ ക്യാൻസർ കൂടുതൽ വേഗത്തിൽ ഭേദമാക്കാൻ സാധിക്കുക? വായിലെ ക്യാൻസർ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2ന് ഏർലി ക്യാൻസർ, ഏർലി സ്റ്റേജസിലുള്ള ക്യാൻസറാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും രോഗിയെ സുഖമാക്കാൻ പറ്റും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒരു സിംഗിൾ മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് മതി. ഏതെങ്കിലും ഒന്നുകിൽ ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്. ഈ നമ്മളതിന് ക്യാൻസർ എന്ന് പേരേ ഉള്ളൂ, പക്ഷേ ഒറ്റ ഒരു സിംഗിൾ ഒരു സർജറി കൊണ്ട്, സിമ്പിൾ ഒരു സർജറി കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും കൊണ്ട് നമുക്ക് രോഗിയെ സുഖമാക്കാൻ പറ്റും. ബോത്ത് സർജറിയും അതേപോലെ റേഡിയേഷനും ഈക്വലായിട്ടുള്ള റിസൾട്ട്സാണ് ഉള്ളത്. പക്ഷേ അഡ്വാൻസ് സ്റ്റേജസിലാണെങ്കിൽ സ്റ്റേജ് 3യും സ്റ്റേജ് 4ഉം ഒക്കെ ആണെങ്കിൽ അത് രോഗം കഴലിലോട്ടൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമ്പിനേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പാത്തോളജിസ്റ്റ് ഡോക്ടർ നോക്കും, സ്ലൈഡിൽ നോക്കും, മാർജിൻസ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പം അഡ്വാൻസ് സ്റ്റേജസ്, അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ആ പേഷ്യൻറ്റിനോട് ഹാബിറ്റ്സ് എല്ലാം നിർത്താൻ പറയും. രണ്ടാമത് ബയോപ്സി പരിശോധന ചെയ്യും. ആ ബയോപ്സിയുടെ റിപ്പോർട്ട് അനുസരിച്ചും പിന്നെ വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ട്യൂമറിൻ്റെ സൈസും അത് എവിടെയാണ് ഇരിക്കുന്നത്, അത് കഴലിലോട്ടൊക്കെ വ്യാപിച്ചിട്ടുണ്ടോ, അത് ട്യൂമറിൻ്റെ ഡെപ്ത്ത്, ട്യൂമറിൻ്റെ തിക്നെസ്, ഇങ്ങനെ ഇങ്ങനെ പല ഫാക്ടേഴ്സും, പാത്തോളജി റിപ്പോർട്ട്, ഇതൊക്കെ ബേസ് ചെയ്താണ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാൻസറിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? ഇത് ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ആണെങ്കിൽ ഐദർ നമ്മൾ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്, രണ്ടിനും ഈക്വൽ റിസൾട്ട്സ് ആണ്. സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 ക്യാൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മാർജിൻസ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലർക്ക് കീമോതെറാപ്പി ആവശ്യമുണ്ട്. കീമോ റേഡിയേഷനും
ചിലപ്പം സർജറിയും ഒക്കെ കൂടെ ചില കേസസിൽ ചെയ്യും. ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ടായിരിക്കും ചികിത്സിക്കുന്ന ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാന വിഷയത്തിലോട്ട് കടക്കാം. ഈ സംസ്ഥാന സർക്കാർ തലത്തിൽ എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായി ഡോക്ടർ? 2003 മെയ്യിൽ പാർലമെൻറ്റ് ഒരു ആക്ട് പാസ്സാക്കി. അതിൻ്റെ പേര് കോട്ട്പ ആക്റ്റാണ്. സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് എൻ്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷനാണ്. അപ്പം ആ ആക്ട് പ്രകാരം ദാറ്റ് ഇസ് ഈ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ പ്രൊഡക്ഷന്, സപ്ലൈ ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സിനെ നിയന്ത്രിക്കുന്ന ഒരു ലോയാണ്. അപ്പം അതിൻ്റെ കൂടെ ഇപ്പം സംസ്ഥാന സർക്കാർ ലഹരിയുടെ അഗൻസ്റ്റായിട്ട് ക്യാമ്പയിൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇറ്റ് ഇസ് ഹോപ്പ് ദാറ്റ് ഈ ടൊബാക്കോൻ്റെ അഗൻസ്റ്റായിട്ടുള്ള ലോയും കൂടുതൽ എൻഫോഴ്സ്ഡ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ RCCയുടെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം സ്കൂളിലും കോളേജസിലുമൊക്കെ ടൊബാക്കോൻ്റെ അഗൻസ്റ്റായിട്ട് അവയർനെസ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പം ഇത് എന്താ സ്കൂൾസിലെയും കോളേജിലെയും ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയും സ്റ്റുഡൻസിനെയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് റീസൺ ചോദിച്ചാൽ ഈ ടൊബാക്കോ ഹാബിറ്റ്സ്, നാലും കൂട്ടി മുറുക്കുന്ന ബീഡി, സിഗരറ്റിൻ്റെ ഉപയോഗം, അതുപോലെ പാൻ മസാല, ഇതൊക്കെ ഈ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത് ഈ ഹാബിറ്റ്സ് ഒക്കെ പിക്ക് ചെയ്യുന്ന പിയർ പ്രഷർ കൊണ്ടും അവർ ഹൈസ്കൂൾ ആ സമയത്തൊക്കെ ആയിരിക്കും. അപ്പം ആ സമയത്ത് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം കൊടുത്താൽ അവർ ഈ ഹാബിറ്റ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പോൾ അവർ ആ ഹാബിറ്റ് ഫോമിങ് ഏജിൽ തന്നെ അവർക്ക് ഇതിനെപ്പറ്റി ബോധവൽക്കരണം കൊടുത്താൽ അവർ ഇത് ഈ ഹാബിറ്റ്സ് ഒക്കെ പിക്ക് ചെയ്യാതെ ഇരിക്കാൻ സഹായിക്കും. അതേപോലെ RCCയുടെ നേതൃത്വത്തിൽ ടൊബാക്കോൻ്റെ യൂസ് ഹൈ ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയാസ്, അതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ പുകയിലയുടെ അഗൻസ്റ്റ് ആയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻസ് നടത്താറുണ്ട്. വളരെയധികം വ്യക്തമാണ് ഡോക്ടർ. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് സംശയവുമായി. എരുമയിൽ നിന്ന് രമേശാണ്. രമേശ്, ഡോക്ടറോട് ചോദിക്കാം. ബഹുമാനപ്പെട്ട ഡോക്ടർ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഒരു സംശയം ചോദിക്കാനാണ് ഈ സമയം ചോദിച്ചോളൂ രമേശ്. ഡോക്ടറെ, എന്റെ മൂണയില് അമർത്തി പല്ല് തേക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്, ഞെക്കുമ്പോൾ അതുപോലെയൊക്കെ ബ്ലഡ് എടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് മരുന്നൊന്നും വാങ്ങിയിട്ടില്ല. പല്ലിന് കേട് വന്ന് 2-3 എടുത്തിട്ടുണ്ട്, അല്ലാതെ ഇതിനു വേണ്ടി മരുന്ന് വാങ്ങിയിട്ടില്ല. ഭാവിയിൽ ഡോക്ടറുടെ വിശദീകരണം കേട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെ പേടിക്കപ്പെടുന്ന ആ അസുഖത്തിന് സാധ്യതയുണ്ടോ എന്നറിയാനായിട്ടാണ് വിളിച്ചത്. രമേശിന് എത്ര വയസ്സാണ് ഉള്ളത്? എനിക്ക് 54 വയസ്സ്. ഡയബറ്റീസ് വല്ലതും ഉണ്ടോ? BP ഉണ്ട്, ഡയബറ്റീസ് ഇല്ല. 8 വർഷമായിട്ട് BPക്ക് ഗുളിക കഴിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഷോക്ക് വന്നപ്പോൾ മിടുക്കനായ എന്റെ തലച്ചോറ് അത് പ്രതിരോധിച്ചു. അപ്പൊ അതിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പം ഇത് ഇപ്പം കേട്ടിട്ട് ഈ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോസ്, മോണയെക്കൊണ്ട് രക്തം വരുന്നതിന് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് പെരിഡോണ്ടൽ ഡിസീസാണ്, മോണരോഗമാണ്. അപ്പം അതാണ് നമുക്ക് ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ബ്ലീഡിങ് വരാനുള്ള കോസ്. അപ്പം ഇതിന് നമ്മൾ ഒരു 54 years ഒക്കെ ഉള്ളപ്പം ചിലപ്പോൾ മിക്കവാറും ആ പല്ലിലൊക്കെ കാൽക്കുലസ് ഒക്കെ കാണും, പ്ലാക്കും കാൽക്കുലസും ഒക്കെ കാണും. അപ്പോൾ അതിന് ചെയ്യേണ്ടി വന്ന അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അതുവേണ്ടി രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുക. പിന്നെ വൈറ്റമിൻ C ച്യൂവബിൾ ടാബ്ലറ്റ്സും വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ ഈ ക്യാൻസർ ഒന്നും ഇങ്ങനെ മോണരോഗം ഇങ്ങനെ ബ്ലീഡിങ് വന്നതുകൊണ്ട് മോണരോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി, ക്യാൻസർ ഒന്നും വരത്തില്ല. പ്രേക്ഷകനെ വ്യക്തമായി കാണുമെന്ന് മനസ്സിലാക്കുന്നു. വളരെയേറെ സംശയങ്ങളും ആശങ്കകളും എല്ലാം ഉള്ള വിഷയമാണ്. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ് ഡോക്ടർ. നമ്മുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി നൽകിയത് RCCയിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ജിജി തോമസ് ആണ്. നന്ദി ഡോക്ടർ. നന്ദി. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.